ആസ്വാദകരുടെ മനം കവരുകയാണ് തുള്ളൽ വേദി. സ്റ്റേജിൽ നിറഞ്ഞാടുന്ന കലാകാരന്മാർക്കൊപ്പം സദസ്സിലിരിക്കുന്ന കാണികളും മനസ്സുകൊണ്ട് ഓട്ടൻതുള്ളലിന്റെ ഭാഗമാവുകയാണ്. ഒപ്പം അണിയറയിലെ ഒരുക്കങ്ങളും മനോഹര കാഴ്ചയാക്കുന്നു. കലോത്സവ നഗരിയിലെ ഓട്ടൻതുള്ളൽ വിശേഷങ്ങളിലേക്ക്. വേദിയെട്ട് കനകാംബരം, മത്സര ഇനം തുള്ളൽ. സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടൻതുള്ളൽ. വേദിയിൽ തുള്ളൽ നടക്കുമ്പോൾ പുറത്ത് മരത്തണലിൽ ഒരുങ്ങിയ അണിയറയിൽ മുഖത്തെഴുത്തും പുരോഗമിക്കും. ഒരുക്കം നടക്കുന്നത് കത്തിച്ചുവെച്ച മൺചിരാതിനു മുന്നിൽ. മുഖമെഴുതുന്നത് മനയോല, മഷി, ചായില്യം, അരിപ്പൊടി എന്നിവ ഉപയോഗിച്ചാണ്. ഈർക്കിലും നറുക്കും ഉപയോഗിച്ചെഴുതുന്ന മുഖത്തെഴുത്ത് തുടങ്ങുന്നത് ഗോപിക്കുറിയിൽ. പിന്നീട് വാൾ നീട്ടി കണ്ണെഴുതും. മനയോല രണ്ട് തരത്തിൽ, വെള്ള മനയോല, നീല മനയോല. പിന്നെ അതിന്റെ ചുവപ്പ്, ഇതിന്റെ ഗോപിക്കുറി വരയ്ക്കുന്നതിന് ചുവപ്പ്, പറഞ്ഞ പോലെ മഞ്ഞ, പിന്നെ വെള്ള ഉപയോഗിക്കും. തുള്ളലിൽ നീട്ടി വാല് നീട്ടി എഴുതണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശൈലി. അപ്പോൾ വാല് നീട്ടി കണ്ണെഴുതി തലയിൽ കൊണ്ട കെട്ടി അങ്ങനെയൊക്കെയാണ് തുള്ളലിൽ. അങ്ങനെ ശേഷം മാത്രമേ കിരീടം വെക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മുഖമെഴുതിയാൽ പിന്നീട് കച്ച മുറുക്കണം. എല്ലാം കഴിഞ്ഞ് അരങ്ങിൽ തുള്ളൽ തുടങ്ങിയാൽ ആസ്വാദകരും താളം പിടിച്ചു തുടങ്ങും. നിറങ്ങൾ കൊണ്ടും ചുവടുകൾ കൊണ്ടും ആസ്വാദകരുടെ മനം കവരുകയാണ് തുള്ളൽ വേദി. ആസ്വാദകരാകട്ടെ തുള്ളലിന്റെ ലഹരിയിലുമാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ ആശ്രയിക്കൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.